ഹലോ ഫ്രണ്ട്സ്, ടെക് പിഎസ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. എല്ലാ ഓവർസിയർ പരീക്ഷകൾക്കും വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് മെൻസുറേഷൻ എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിലൂടെ മെൻസുറേഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മെൻസുറേഷനിലെ നമ്മുടെ 2D ഷേപ്സില് വളരെ ബേസിക് ആയിട്ടുള്ള ട്രയാങ്കിൾ ഷേപ്പിനെ പറ്റിയാണ് ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ട്രയാങ്കിൾസ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ട്രയാങ്കിൾസിനെ പല രീതിക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ആ ക്ലാസിഫിക്കേഷൻ ക്യാൻ ബി ഓൺ ദ ബേസിസ് ഓഫ് സൈഡ് ആൻഡ് ബൈ ആംഗിൾ. നമുക്ക് രണ്ട് രീതിയിലും ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം സൈഡിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 3 ടൈപ്പ് ട്രയാങ്കിൾസ് ആണുള്ളത്. They are respectively equilateral, isosceles and scalene triangles എന്നിങ്ങനെയാണ് ആ പേരുകൾ വരുന്നത്. പേരിൽ തന്നെ ഉണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ അതിന്റെ 3 സൈഡും they are all 3 sides equal. അതിന്റെ 3 സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാനായിട്ട് സാധിക്കും. മറ്റൊന്ന് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത 2 ഈക്വൽ സൈഡ്സ് ആണുള്ളത്, ഒരെണ്ണം ഈക്വൽ ആയിരിക്കില്ല. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. ഡീറ്റെയിൽസ് നമുക്ക് തീർച്ചയായിട്ടും നോക്കാം. ഇപ്പോ ഒരു ജനറൽ കോൺസെപ്റ്റ് മാത്രം, ജനറൽ ഐഡിയ മാത്രം മനസ്സിലാക്കി വെച്ചിരിക്കുക. എന്താണ്? 2 സൈഡ്സ് ഈക്വൽ ആണ്, ഒരു സൈഡ് ഈക്വൽ അല്ല. മൂന്നാമത്തെ സ്കെലിയൻ ട്രയാങ്കിൾ ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇനി ആകെ ഒരു പ്രോബബിലിറ്റി മാത്രമേ ഉള്ളൂ. എന്താണ്? 3 സൈഡും ഈക്വൽ ആവാതിരിക്കുക. അത്തരത്തിലുള്ള ട്രയാങ്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കെലിയൻ ട്രയാങ്കിൾസ് എന്ന്. ഇങ്ങനെ 3 തരത്തിലാണ് ട്രയാങ്കിൾസിനെ നമ്മൾ ബൈ സൈഡ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി അടുത്തത് ബൈ ആംഗിൾസ് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അക്യൂട്ട് ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ, ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ, ഇങ്ങനെ 3 രീതിക്കാണ് ട്രയാങ്കിൾസ് വരുന്നത്. അതിൽ ഒന്നാമത്തേത് അക്യൂട്ട് ട്രയാങ്കിൾ ആണ്. അക്യൂട്ട് ട്രയാങ്കിളിന്റെ പ്രത്യേകത 3 ആംഗിളുകളും എന്തായിരിക്കും? 90 ഡിഗ്രിയിൽ താഴെയായിരിക്കും. നമുക്കറിയാം ട്രയാങ്കിളിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് എല്ലാ ആംഗിൾ സമ്മും. ഇപ്പോ എ ബി സി എന്നാണ് 3 ആംഗിൾ എടുക്കുകയാണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ 3 ആംഗിളുകളും 90 ഡിഗ്രിയിൽ താഴെയാണെങ്കിൽ അത്തരത്തിലുള്ള ട്രയാങ്കിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്യൂട്ട് ട്രയാങ്കിൾ. അതുപോലെ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഒരു ആംഗിൾ എങ്കിലും 90 ഡിഗ്രി ആണെങ്കിൽ, ഒന്നിൽ കൂടുതൽ ആംഗിൾ 90 ഡിഗ്രി വരില്ല, കാരണം എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടണം. മിനിമം ഒരു ആംഗിൾ എങ്കിലും ഈ ചിത്രത്തിൽ കാണുന്ന പോലെ 180 ഡിഗ്രി ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ, മട്ട ത്രികോണം എന്ന് പറയും. ഇനി ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആംഗിൾ എന്തായിരിക്കണം? 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് പറയാം. ഇങ്ങനെ ട്രയാങ്കിൾസിനെ പ്രധാനമായിട്ടും എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ആംഗിൾസിന്റെയും സൈഡ്സിന്റെയും അടിസ്ഥാനത്തിൽ ട്രയാങ്കിൾസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആംഗിൾസിന്റെ അടിസ്ഥാനത്തിൽ ട്രയാങ്കിൾസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. They are എന്തൊക്കെയാണ്? ഇക്വിലാറ്ററൽ, ഐസോസെലസ് ആൻഡ് സ്കെലീൻ. അതുപോലെ ആംഗിൾസിന്റെ ബേസിസിൽ അതിനെ അക്യൂട്ട്, ഒബ്റ്റ്യൂസ്, റൈറ്റ് എന്നിങ്ങനെ 3 ട്രയാങ്കിൾസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാണ്. നമ്മൾ ട്രയാങ്കിൾസിനെ പറ്റി കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാൻ പോവാണ്. ട്രയാങ്കിൾസിന്റെ ഏരിയ, അതിന്റെ പെരിമീറ്റർ, അങ്ങനെയുള്ള കാൽക്കുലേഷൻസ്. ഇതാണ് നമുക്ക് കൂടുതലും കണക്കുകളിലൊക്കെ നമുക്ക് ചോദിക്കാം. സോ നമുക്ക് നോക്കാം. ട്രയാങ്കിൾസിന്റെ ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന് ആദ്യം തന്നെ ജനറൽ ഒരു ഇക്വേഷൻ എല്ലാത്തിനും ഉണ്ടാവുമല്ലോ. ഏത് ട്രയാങ്കിളിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇക്വേഷൻ, ആ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് ആദ്യം കാണുന്നത്. The area of any triangle can be determined using the equation half into base into perpendicular height, half BH, half BH. ഓക്കെ, ഇത് ഏത് ട്രയാങ്കിളിന്റെയും ഏരിയ ആണ്. അപ്പോ ഇവിടെ ഏതാണ് ബി, ഏതാണ് എച്ച്, അങ്ങനെ എടുക്കാൻ യാതൊരു സംശയവും വേണ്ട. കാരണം ഏതെങ്കിലും ഒരു സൈഡ് ബേസ് ആയിട്ട് എടുക്കാം. ആ ബേസ് സൈഡിൽ നിന്നും തൊട്ട് ഓപ്പോസിറ്റുള്ള സൈഡിലേക്ക്, അപ്പൊ ഈ ട്രയാങ്കിളിന് ഞാൻ ഒരു പേര് കൊടുക്കാം, കുറച്ചുകൂടെ ഈസി ആവും. അപ്പൊ എ ബി സി എന്ന് പേര് കൊടുക്കാം. അപ്പൊ എ ബിനെ ഞാൻ ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ ബിയിൽ നിന്നും മുകളിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, മൂന്നാമത്തെ വെർട്ടെക്സിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ഹൈറ്റ്. അല്ലാതെ ചരിച്ചും തിരിച്ചും ഒന്നും വരയ്ക്കരുത്. ആ ഒരു പെർപെൻഡിക്കുലറിനെ വേണം ഹൈറ്റ് ആയിട്ട് എടുക്കാൻ. ഇനി നമുക്ക് എ ബി തന്നെ ബേസ് ആയിട്ട് എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും. നമുക്ക് എ സി ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ പെർപെൻഡിക്കുലർ ഹൈറ്റ് ഏകദേശം ഇങ്ങനെ വരും, ഇങ്ങനെ. ഓക്കെ, ഇതൊരു പെർപെൻഡിക്കുലർ ആയില്ല എന്നാലും. അതേപോലെ സി ബി ഹൈറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കാം. ആ ഒരു ഹൈറ്റിനെയാണ് എന്ത് പറയുന്നത്? പെർപെൻഡിക്കുലർ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു ട്രയാങ്കിളിന്റെയും ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച്. ഓക്കെ, ഇനി കുറച്ചുകൂടെ
ഒന്ന് അപ്ഡേറ്റ് ആവാണ്. അതായത് ഏതെങ്കിലും ഒരു ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും, നമുക്ക് എല്ലാ ആംഗിൾസും വേണ്ട, ഏതെങ്കിലും ഒരു ആംഗിളും ആ ആംഗിളിന്റെ രണ്ട് വശമുള്ള ഒരു സൈഡും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ട്രയാങ്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഒരു ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആംഗിൾ ബൗണ്ട് ബൈ ടു ലൈൻസ്, രണ്ട് ലൈൻസ് ചേരുമ്പോഴാണ് അവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടുത്തെ ആംഗിളും ആ ആംഗിൾ തീറ്റ എന്ന് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഈ ആംഗിളിന്റെ ഇരുവശവുമുള്ള സൈഡ് ഇത് എ ബി സി എന്നെടുക്കുകയാണ്. ഓക്കെ, ട്രയാങ്കിൾ ഫിൽ ചെയ്തു. അപ്പൊ ഈ എ ബി എ സി എന്നീ ലൈൻസും അതിനിടയ്ക്കുള്ള ആംഗിൾ നമുക്കറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സൈഡ് 1 ഇൻറ്റു സൈഡ് 2 ഇൻറ്റു സൈൻ ഓഫ് ഇൻക്ലൂഡഡ് ആംഗിൾ. ഇതൊന്നും നമ്മൾ പഠിക്കണ്ട, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ഈ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ബി സി സൈൻ എ. സൈൻ അറിയാലോ, സൈൻ വാല്യൂ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, സോറി ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതാണ് സൈൻ വാല്യൂ. ഓക്കെ, അപ്പോ സൈൻ വാല്യൂ ട്രിഗണോമെട്രി ആണത്, സൈൻ കോസ് ടാൻ അങ്ങനെയുള്ള വാല്യൂസും റേഷ്യോസും എല്ലാം അറിയാവുന്നതാണ്. അപ്പൊ ആ ആംഗിളിന്റെ സൈനും ആ ആംഗിളിന് ഇരുവശവുമുള്ള സൈഡുകളുടെ ലെങ്തും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? ആ ഒരു ഏരിയ, ആ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് ചില ആംഗിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 30 ഡിഗ്രി, അതുപോലെ 60 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി, ഇത്തരത്തിലുള്ള ചില ബേസിക് ആംഗിൾസ് ഉണ്ട്. ഈ ആംഗിൾസിന്റെ സൈൻ കോസ് ടാൻ വാല്യൂസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതെല്ലാം റേഷ്യോസ് വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു സൈൻ കോസ് ടാൻ വാല്യൂസ് നമ്മൾ എടുക്കുക. അപ്പൊ ഈ ഒരു ബേസിക് ആംഗിൾസിന്റെ എങ്കിലും സൈൻ കോസ് ടാൻ വാല്യൂ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ സൈൻ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ മനസ്സിലാക്കാൻ, അതിനെ പഠിക്കാനായിട്ട് നമുക്ക് രണ്ട് ട്രയാങ്കിൾ വരയ്ക്കാം. ആദ്യത്തെ ട്രയാങ്കിൾ 60 ഡിഗ്രി, 30 ഡിഗ്രി, 90 ഡിഗ്രി ആംഗിൾ ഉള്ള ട്രയാങ്കിൾ ആണ്. രണ്ടാമത്തെ ട്രയാങ്കിൾ ഇത് 90 ഡിഗ്രി ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇതും 45 ഡിഗ്രി, ഇത് 45 ഡിഗ്രി. ഇത്തരത്തിൽ രണ്ട് ട്രയാങ്കിൾസിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാല്യൂസ് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ റേഷ്യോ √3 ആണ്. 30ക്ക് ഓപ്പോസിറ്റുള്ള സൈഡിന്റെ റേഷ്യോ 1 ആണ്. 90ക്ക് ഓപ്പോസിറ്റുള്ള സൈഡിന്റെ റേഷ്യോ 2 ആണ്. ഈ റേഷ്യോ വെച്ചിട്ട് നമുക്ക് സൈൻ 60യും 30യും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. 45 എടുക്കുമ്പോഴേക്ക് 1:, ഈ വാല്യൂം 1 വരും, ഈ വാല്യൂ √2 വരും. 1:√2:1 എന്നാണ് അവിടെ റേഷ്യോ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ സൈഡ്സിന്റെ റേഷ്യോ ഇത് 1:√2:1 ഇത് 1:2:√3. ആ ഒരു റേഷ്യോ അറിഞ്ഞിരുന്നാൽ നമുക്കിപ്പോ പെട്ടെന്ന് സൈൻ 60യുടെ വാല്യൂ പെട്ടെന്ന് നമ്മൾ പഠിച്ചത് മറന്നുപോയെങ്കിൽ ഈ ഒരു ഫിഗർ നമ്മുടെ മനസ്സിൽ ഓർക്കുക, അതിന് പെട്ടെന്ന് കിട്ടും. എന്താണ് സൈൻ 60 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് √3 ആണ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 2, √3/2 സൈൻ 60യുടെ വാല്യൂ ആയി. അതും ബാക്കി രണ്ട് സൈഡ്സും അറിയാമെങ്കിൽ സുഖമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഒന്നാമത്തത് ഏത് ട്രയാങ്കിളിനും നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. എന്താണ്? ഹാഫ് ബി എച്ച് എന്ന് പറയുന്നത്. അതില് ബി എന്ന് പറഞ്ഞാൽ ബേസ്, എച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ പെർപെൻഡിക്കുലർ ഹൈറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ബി സി സൈൻ എ ആണ്. വേർ സൈൻ എ ഇസ് ദ ഇൻക്ലൂഡഡ് ആംഗിൾ. ആ ആംഗിളിന് ഇരുവശവുമുള്ള സൈഡുകളാണ് ബിയും സിയും ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പഠിക്കാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ്? അതിന്റെ മൂന്ന് വശങ്ങളും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, 3 sides are equal. അപ്പൊ 3 sides equal എന്ന് പറയുമ്പോൾ see here we can see a triangle ABC. ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ABC എന്ന് പറയുന്ന ട്രയാങ്കിളില് ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ AB is equal to BC is equal to AC ആണ്. AB is equal to BC is equal to AC. അതുപോലെ ഈ സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും തീർച്ചയായിട്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ എ സിക്ക് ഓപ്പോസിറ്റ് ഉള്ള എ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് സി, എ സിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ബി, ബി സിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് എ. അപ്പൊ ഈ ആംഗിൾസും ഈക്വൽ ആണ്. സോ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി. മനസ്സിലായല്ലോ? യെസ്. അപ്പോ സി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. എല്ലാ ആംഗിൾസും ഈക്വൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. സോ നമുക്കറിയാം 3 ആംഗിൾസ്. ഇപ്പൊ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എടുക്കുമ്പോൾ 180 കിട്ടണം.
ഈ മൂന്ന് ആംഗിൾസ് സെയിം ആണെങ്കിൽ, സപ്പോസ് ഒരു ആംഗിൾ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ എക്സ് ആണെങ്കിൽ ആ മൂന്ന് എക്സ് ഈക്വൽ ടു 180 ഡിഗ്രി ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 180/3 ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണല്ലോ. അപ്പോ ഓരോ ആംഗിളും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ എടുക്കുകയാണെങ്കിൽ അത് 60 ഡിഗ്രി ആയിരിക്കും. എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. 60 + 60 + 60 180 ഡിഗ്രി കിട്ടുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട അടുത്ത ഇക്വേഷൻ, ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഏരിയ = √3a²/4. ഏരിയ ഓഫ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഈസ് ഗിവൺ ബൈ √3a²/4. അടുത്തത് ഈ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഹൈറ്റ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു പെർപെൻഡിക്കുലർ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ, ഈ ഒരു ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹൈറ്റ് ഈസ് ഈക്വൽ ടു √3a/2. ഹൈറ്റ് ഈസ് ഈക്വൽ ടു √3a/2 എന്നാണ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വരുന്നത്. അപ്പൊ അതും ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ ഇത്രയുമാണ് ഇക്വലാറ്റർ ട്രയാങ്കിൾ നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇക്വലാറ്റർ ട്രയാങ്കിൾ കഴിഞ്ഞല്ലോ, അടുത്തത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് എന്താണെന്ന് നമുക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് അത് നമുക്കൊന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും രണ്ട് സൈഡുകൾ, സോ ഇൻ ദിസ് ട്രയാങ്കിൾ എ ബി ആൻഡ് എ സി കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ രണ്ട് സൈഡും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ട്രയാങ്കിൾസിനെയാണ് ഐസോസിലസ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. സോ ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു, ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ എ ബി ഈക്വൽ ആണ്, എ ബി ഈക്വൽ ആണ് ടു എ സി. അങ്ങനെയാണെങ്കിൽ എ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ സി ആണ്, ഈക്വൽ ടു എ സിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ബി ആണ്. അപ്പൊ ആംഗിൾ സി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ആംഗിൾ ബി ആയിരിക്കും. ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. ഓക്കെ, ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു റിലേഷൻ. മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കില്ല? അത് ഈക്വൽ ആയിരിക്കില്ല. അപ്പൊ അത് നമുക്ക് ചിലപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേരിയബിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതിനെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അതിന് മുമ്പ് പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അത് നമുക്ക് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. അതായത് ഈ മൂന്ന് സൈഡുകളും കൂട്ടിയാൽ നമുക്ക് എല്ലാ സൈഡുകളും ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ, അതിനാണ് പെരിമീറ്റർ എന്ന് പറയുക. ഓക്കെ, അപ്പൊ പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ്. എല്ലാ സൈഡും കൂടെ ആഡ് ചെയ്താൽ മതി. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് ഏരിയ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സോ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? ഏരിയ ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BH, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഹൈറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത ട്രയാങ്കിൾ അതിലേക്ക് നമുക്ക് പോവാം. തൊട്ടടുത്ത ട്രയാങ്കിൾ എന്ന് പറയുന്നത് സ്കലീൻ ട്രയാങ്കിൾ ആണ്. അപ്പൊ സ്കലീൻ ട്രയാങ്കിളിന്റെ പ്രത്യേകത മൂന്ന് സൈഡ്സും ഡിഫറെന്റ് ആണ്. അപ്പോ എ ബിയും ബി സിയും എ സിയും പരസ്പരം ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് റെസ്പെക്റ്റീവ്ലി ആംഗിൾ എ, ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി അത് ഈക്വൽ ആയിരിക്കില്ല. അപ്പൊ ഒന്നും ഈക്വൽ അല്ല, ആംഗിളുകളും ഈക്വൽ അല്ല. എന്തോ ഈക്വൽ അല്ല? ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സും ഈക്വൽ അല്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ട്രയാങ്കിൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ജനറൽ ഇക്വേഷൻ എല്ലാത്തിലും ആപ്ലിക്കബിൾ ആണ്. ഏതെങ്കിലും വഴി ട്രയാങ്കിൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹൈറ്റ്, ഓക്കെ, ഈ ഒരു ഹൈറ്റ് h കണ്ടുപിടിക്കാൻ അറിയാം. ഇതും അറിയാമെങ്കിൽ നമുക്ക് ഹാഫ് BH ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. അത് ജനറൽ എക്സ്പ്രഷൻ ആണല്ലോ, അത് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് യാതൊരു പ്രശ്നവുമില്ല. എന്നാലും മറ്റൊരു ഇക്വേഷൻ കൂടെ നമ്മളിവിടെ പഠിക്കുകയാണ്. ആ ഇക്വേഷൻ ആണ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C. അത് ആ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിന്റെ റൂട്ട് എടുത്താൽ മതി. Okay, so root of S into S minus A into S minus B into S minus C. ഇതാണ് ഏരിയ ഓഫ് എ സ്കലീൻ ട്രയാങ്കിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. S into S minus A into S minus B into S minus C, where S is equal to ഈ മൂന്ന് സൈഡ് ഉണ്ടല്ലോ A B C. അപ്പോ ഈ A B C എന്ന് പറയുന്ന സൈഡുകളുടെ ലെങ്ത് ആണ് റെസ്പെക്റ്റീവ്ലി കൊടുത്തിരിക്കുന്നത് A B C എന്ന്. ഇത് ഓരോ സൈഡ്സിന്റെയും ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ സം എടുക്കുക. അപ്പൊ സം എടുക്കുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? പെരിമീറ്റർ ആയിരിക്കും. അപ്പൊ A plus B plus C എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ പെരിമീറ്റർ? ഓക്കെ, ആ പെരിമീറ്റർ എടുത്തിട്ട് അതിന്റെ പകുതി എടുത്താൽ മതി.
അപ്പൊ കിട്ടുന്ന വാല്യൂ എന്താണോ അതാണ് എസ് എന്ന് പറയുന്നത്. സോ സെമി പെരിമീറ്റർ എന്നാണ് ഈ എസിന്റെ മീനിങ്. സെമി പെരിമീറ്റർ, പെരിമീറ്ററിന്റെ പകുതി. സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ പകുതി. അതുപോലെ സെമി പെരിമീറ്റർ എന്താണ്? എസിന്റെ പകുതി. എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ് പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് ഒരു സ്കെലീൻ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഏരിയ കണ്ടുപിടിക്കാനുള്ള പ്രധാനമായിട്ടുള്ള ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ധാരാളം ഇക്വേഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. √3a²/4 ഒരു ഇക്വേഷൻ ആയിരുന്നു, ഹാഫ് ബി എച്ച് ഒരു ഇക്വേഷൻ ആയിരുന്നു, ഹാഫ് എ സി സൈൻ എ അതൊരു ഇക്വേഷൻ ആയിരുന്നു. ഇപ്പൊ മറ്റൊരു ഇക്വേഷൻ √(s × s - a × s - b × s - c) എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ കണ്ടു. അങ്ങനെ ധാരാളം ഇക്വേഷൻസ് നമ്മൾ കണ്ടു. ഓക്കെ, യെസ്. ഇനി നമുക്ക് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസിനെ പറ്റി പഠിക്കാം. ഓക്കെ, അപ്പോ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇൻ ദിസ് ട്രയാങ്കിൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഒരു ആംഗിളിന്റെ വാല്യൂ 90 ഡിഗ്രി ആയിരിക്കും, ഏതെങ്കിലും ഒരു ആംഗിൾ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് തന്നെ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഹൈറ്റ്. ഇതിന്റെ പെർപെൻഡിക്കുലർ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഈസി ആണല്ലോ, അതാ രണ്ട് പെർപെൻഡിക്കുലർസ് ഉണ്ട്. അപ്പൊ ഏതാണോ ബേസ് ആയിട്ട് എടുക്കുന്നത് തൊട്ടപ്പുറത്തെ സൈഡ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ഹൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻ തന്നെ, വേറൊരു ഇക്വേഷനും ഇല്ല, ആ ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഇനി ആ ഒരു പെർപെൻഡിക്കുലർ ഹൈറ്റിൽ ഇതൊക്കെ എങ്ങനെ ഈ സൈഡുകൾ കണ്ടുപിടിക്കാം? ആ സൈഡുകൾ കണ്ടുപിടിക്കുന്നത് പൈതഗോറസ് തിയറം എന്ന് പറയുന്ന ഒരു തിയറം ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ പൈതഗോറസ് തിയറം പറയുന്നത്, ഇത് ഹൈറ്റ് ആണ്, ഇത് ബേസ് ആണ്, ഏറ്റവും വലിയ സൈഡ്, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത് അതിന്റെ ഹൈപ്പോടെന്യൂസ് ആയിരിക്കും. അപ്പൊ അതായത് ഹൈപ്പോടെന്യൂസ് ആണ്, എല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോടെന്യൂസ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഹൈറ്റിനെ h എന്ന് ഞാൻ തൽക്കാലം വിളിക്കാം. ഓക്കെ, ബേസിനെ b എന്ന് വിളിക്കാം, ഹൈപ്പോടെന്യൂസിനെ വേറെ ഏതെങ്കിലും ഒരു ലെറ്റർ കൊണ്ട് L എന്ന് ഞാൻ തൽക്കാലം റെപ്രസെന്റ് ചെയ്യാണ്, L. അങ്ങനെയാണെങ്കിൽ ഈ ഹൈപ്പോടെന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഹൈറ്റിന്റെ സ്ക്വയറും ബേസിന്റെ സ്ക്വയറും കൂടെ സം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൈപ്പോടെന്യൂസ് എങ്ങനെയാ കിട്ടുക? L is equal to √(b² + h²) അതിന്റെ സ്ക്വയർ എടുത്താൽ മതി, സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. എന്താണ്? √(b² + height²) ആ ഇക്വേഷനിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏത് രണ്ട് ട്രയാങ്കിൾസ് ഇങ്ങനെ നമ്മൾ എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് അതിന്റെ ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, അതിന്റെ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ. ഈ റിലേഷൻ നമ്മൾ വിളിക്കുന്ന പേര് പൈതഗോറസ് തിയറം എന്നാണ്. ഇത്തരത്തിലൊരു ട്രിപ്ലറ്റ് ആണ് 5, 4, 3 എന്നിവ. ഇവര് മൂന്നും ഇത്തരത്തിലൊരു ട്രിപ്ലറ്റ് ആണ്. അതായത് ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു വശം 3 സെന്റിമീറ്ററും ഒരു വശം 4 സെന്റിമീറ്ററുമാണ്. അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ കണ്ണുമടച്ചുകൊണ്ട് ഈ ഒരു മൂന്നാമത്തെ വശം, അതായത് ഹൈപ്പോടെന്യൂസ് 5 സെന്റിമീറ്റർ ആണ് നമുക്ക് പറയാം. അതായത് എങ്ങനെ കിട്ടി? ആ √() ഹൈപ്പോടെന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കുക? ബേസ്², 3² പ്ലസ് ഇവിടെ ഹൈറ്റിന്റെ സ്ക്വയർ 4², അതായത് √(9 + 16) അത് 25 ആണല്ലോ. √25 is equal to 5. അപ്പൊ അതായത് ഒരു സെറ്റ് ഓഫ് നമ്പർ അല്ലേ? ഈ സെറ്റ് ഓഫ് നമ്പർ സാറ്റിസ്ഫൈങ് ദിസ് ഇക്വേഷൻ, അല്ലെങ്കിൽ സാറ്റിസ്ഫൈങ് പൈതഗോറസ് തിയറം. ഇത്തരത്തിൽ നമുക്ക് കിട്ടുന്ന ഈ സെറ്റ് ഓഫ് പോയിന്റ്സിനെ അല്ലെങ്കിൽ സെറ്റ് ഓഫ് നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ്. ഓക്കെ, പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്ന് വിളിക്കും. അപ്പോ ഇത്രയുമാണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത്. അതിൽ പൈതഗോറസ് തിയറം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൈതഗോറസ് തിയറത്തിന്റെ ധാരാളം ആപ്ലിക്കേഷൻസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. ധാരാളം ആപ്ലിക്കേഷൻസ് പൈതഗോറസ് തിയറത്തിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പോൾ അത് ഒന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ധാരാളം പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് നേരത്തെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടെ ഈസി ആയിട്ട് ഈ ഒരു റിലേഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇക്വേഷൻ നമുക്ക്, അല്ലെങ്കിൽ മൂന്നാമത്തെ സൈഡ് നമുക്ക് ഈസി ആയിട്ട് ഒറ്റ സെക്കൻഡിൽ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇത്രയും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസും ആ ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള, അല്ലെങ്കിൽ ഏരിയയും മറ്റ് ഡീറ്റെയിൽസും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസുമാണ്. അപ്പോൾ ഓൾറെഡി ഏകദേശം എല്ലാ ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസും നമുക്ക് ആയി കഴിഞ്ഞു. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് മനസ്സിലാക്കാനായിട്ട്, ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവാനായിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് പോവാം. അപ്പോ നമുക്ക് സാധാരണയായിട്ട് നമുക്ക് അറിയാമല്ലോ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ചെയ്യിപ്പിക്കും. അപ്പൊ ഇത് ഒരു ഈ ഒരു ഭാഗങ്ങള്
പരിചയപ്പെടാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സെഷൻ ആണ്. അപ്പോൾ അതിനെ ഒന്ന് പരിചയപ്പെടാനായിട്ട് കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അല്ലാതെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇത്രയും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. എത്രയും ഷോർട്ട് കട്ടിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ അത്രയ്ക്കും നമുക്ക് ബെനിഫിറ്റ് ആണ്. അപ്പോ ഇത് നമുക്ക് ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പൊ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ബേസ് ഓഫ് ട്രയാങ്കിൾ ഹാവിംഗ് ആൻ ഏരിയ 15 സെന്റിമീറ്റർ സ്ക്വയർ ആൻഡ് ഹൈറ്റ് 3.5 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണ്? ഏരിയ തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഏരിയ തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ സ്ക്വയർ. അതുപോലെ ഹൈറ്റ് തന്നിട്ടുണ്ട് h is equal to 3.5 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. ഏരിയ A is equal to half BH ആണ്. ഹാഫ് BH ആണ്. ഓക്കെ, അപ്പൊ ഏരിയ നമുക്കറിയാം 15 is equal to half into ബേസ് നമുക്കറിയില്ല. അപ്പൊ ബേസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ. കാൽക്കുലേറ്റ് ദ ബേസ്. അപ്പൊ ഹൈറ്റ് നമുക്കറിയാം, ഹൈറ്റ് 3.5 ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ഒന്ന് ഇത് ചെയ്യാം. എന്താണ്? 15 into 2 divided by 3.5. അതെങ്ങനെ? ഇവിടെ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് into 2 ആയി. ഓക്കെ, ഇവിടെ into 3.5 ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ഈക്വൽ സൈനിക്ക് ഇപ്പുറത്തേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തായി? അത് 3.5 ആയി. ഡിവൈഡഡ് ബൈ 3.5 ആയി. ആൻസർ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ 8.57 സെന്റിമീറ്റർ എന്നാണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ, അപ്പൊ ഇത്തരത്തില് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇക്വേഷൻസ് അറിയാമെങ്കിൽ ആ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ പ്രോബ്ലം. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോവാം. Yes, അപ്പോ find the area of an isosceles triangle whose base is 6 centimeter long and each other two sides are 5 centimeter long. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടത്. ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ബേസും തന്നിട്ടുണ്ട്. മറ്റ് രണ്ട് സൈഡുകൾ ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പോഴേ നമുക്ക് രണ്ട് സൈഡ് മാത്രം തന്നാൽ മതി. ഈക്വൽ സൈഡ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ മതി. അപ്പൊ അതിന്റെ ബേസ് ആണ് 6 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ നമുക്ക് ഒരു കാര്യം ഒബ്വിയസ് ആണ്. എന്താണ്? ബാക്കി രണ്ട് സൈഡിന്റെ നീളമായിരിക്കും 5 സെന്റിമീറ്റർ എന്നുള്ളത്. അപ്പൊ ഇതിന്റെ എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഇതിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഏരിയ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്? ഐസോസെലസ് അല്ലേ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഹാഫ് BH എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ A is equal to half BH തന്നെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അവിടെ ബേസ് നമുക്ക് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടില്ലല്ലോ. ഹൈറ്റ് ഈസ് നോട്ട് 5 സെന്റിമീറ്റർ. ഹൈറ്റ് 5 സെന്റിമീറ്റർ അല്ല. ഓക്കെ, അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അപ്പൊ ഐസോസെലസ് ട്രയാങ്കിളിന് വളരെയധികം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും താഴേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഈ ഒരു ബേസിനെ കറക്റ്റ് പകുതിയായിട്ട് കട്ട് ചെയ്യും എന്നുള്ളതാണ്. അതിനെ ബൈസെക്ട് ചെയ്യും എന്നുള്ളതാണ്. ബൈസെക്ഷൻ മീൻസ് അതിനെ കറക്റ്റ് ഹാഫ് ആക്കുക, പകുതിയാക്കുക. അപ്പൊ ഇത്തരത്തിൽ ബൈസെക്ട് ചെയ്യും ആ ബേസ്. മനസ്സിലായല്ലോ. അപ്പൊ ബേസ് ഇവിടെ ബൈസെക്ട് ചെയ്തു. ബേസ് ബൈസെക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താവും? നമുക്ക് ഈ ഒരു എൻറ്റയർ ലെങ്ത് എത്രയാണോ തന്നിട്ടുള്ളത്? 6 സെന്റിമീറ്റർ എന്നല്ലേ തന്നിട്ടുള്ളത്. അത് ഇപ്പൊ ബൈസെക്ട് ചെയ്യുന്ന സമയത്ത് അത് 3 സെന്റിമീറ്റർ ആയിട്ട് മാറും. ഈ ഒരു ഫിഗർ ഒന്ന് നോക്കാം. ABC എന്ന് പറയുന്ന ഫിഗർ ഒന്ന് നോക്കാം. ABC എന്ന് പറയുന്ന ഫിഗറിൽ ഇതെന്താണ്? ഇപ്പോ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോടെന്യൂസും ബേസും നമുക്കറിയാം. കാരണം ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ് ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ബേസ് അറിയാം, അതിന്റെ ഹൈപ്പോടെന്യൂസ് അറിയാം. ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാരണം ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞതാണ്, ഇവിടുത്തെ വാല്യൂസ് നോക്കൂ, 5, 3 ആണ്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും ആണ്. അപ്പോ ഇവിടെ കിട്ടുന്ന വാല്യൂ കൂടെ ചേർത്താൽ ഇതൊരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വാല്യൂ എന്തായിരിക്കും? 4 ആയിരിക്കും. ഈ വാല്യൂ 4 ആയിരുന്നാൽ മാത്രമേ ഈ ഒരു ഇക്വേഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇതെന്താണ്? ഈ ഒരു ഹൈറ്റ് 4. അപ്പൊ ഇത്തരത്തിൽ കുറച്ച് പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ്, അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് പഠിച്ചു വെച്ചിരുന്നാൽ ഇങ്ങനെ ചെയ്തെടുക്കേണ്ട ആ ഒരു സമയം കൂടെ നമുക്ക് ലാഭിക്കാം. അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഈ ഓരോ സെക്കൻഡും നമുക്ക് നഷ്ടപ്പെടുന്ന ഓരോ സെക്കൻഡും അല്ലെങ്കിൽ നമ്മൾ ഗെയിൻ ചെയ്യുന്ന ഓരോ സെക്കൻഡും നമുക്ക് ബെനിഫിറ്റ് ആണ്, നഷ്ടപ്പെടുന്ന ഓരോ സെക്കൻഡും നമുക്ക് ലോസ് ആണ്. ഓക്കെ, അപ്പൊ അത്തരത്തില് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ശരിയല്ലേ? അപ്പോ ഹൈറ്റ് എത്ര കിട്ടി? ഹൈറ്റ് 4 സെന്റിമീറ്റർ എന്ന് കിട്ടി. ആ 4 സെന്റിമീറ്റർ ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ is equal to half BH is equal to half into ബേസ് നമുക്കറിയാം 6 ആണ്. ഇനി 3 എടുക്കരുത്. 3 നമ്മൾ ഈ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് അതിനെ ബൈസെക്ട് ചെയ്തത്. ബാക്കി ഇത് 4.
അല്ലെ? അപ്പൊ ഇതും ക്യാൻസൽ ചെയ്യാം, 2 എന്ന് വരും. അപ്പൊ 6 into 2 12 എന്ന് കിട്ടി. 12 സെന്റിമീറ്റർ, സോറി 12 സെന്റിമീറ്റർ സ്ക്വയർ, 12 സ്ക്വയർ സെന്റിമീറ്റർ അതാണ് നമുക്കുള്ള ഏരിയ. യെസ്, 12 സെന്റിമീറ്റർ സ്ക്വയർ, 12 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. യെസ്, അപ്പൊ ഇനി നമുക്ക് അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പൊ ഇവിടെ നോക്കൂ, find the cost of polishing both sides of a triangular metal plate has size 60 cm, 50 cm and 20 cm at the rate of Rs 1.35 per 100 cm square. 100 cm square പെയിന്റ് അടിക്കാനായിട്ട് ₹1.35 ചെലവ്. അങ്ങനെ എത്ര രൂപയാവും ഇത്തരത്തിലൊരു ഈ ഡയമെൻഷനിൽ, അതായത് 60, 50, 20 ഈ ഡയമെൻഷനിലുള്ള ഒരു ട്രയാങ്കുലർ പ്ലേറ്റ് നമുക്ക് രണ്ട് വശവും എന്ത് ചെയ്യാൻ, പെയിന്റ് അടിക്കാനായിട്ട് ബോത്ത് സൈഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, അല്ല പോളിഷ് ചെയ്യാനായിട്ട് ബോത്ത് സൈഡ്സ് രണ്ട് വശവും. അപ്പൊ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കൂടുതലും 2D ജോമെട്രിയിൽ വോളിയം വരത്തില്ല, വ്യാപ്തം വരുന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് പെയിന്റ് അടിക്കുന്ന കണക്കുകളും ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഇങ്ങനെ പ്രതീക്ഷിക്കാവുന്നത്. പെയിന്റ് അടിക്കാൻ എത്ര രൂപയാവും, അങ്ങനെയുള്ള കണക്കുകൾ. ഓക്കെ, ഇനി നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ഭാഗം, ഈ ഒരു മെൻസുറേഷൻ ഒന്നും കൂടെ അപ്ഗ്രേഡ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ 3D ഷേപ്സിനെ പറ്റി പഠിക്കും. സോളിഡ് ഷേപ്സ്, അതായത് സ്ഫിയർ, നമ്മുടെ ക്യൂബ്, ക്യൂബോയിഡ്, അങ്ങനെയുള്ള ഷേപ്സിനെ പറ്റി പഠിക്കും. അപ്പൊ അവിടെ സർഫസ് ഏരിയയും വരും, വോളിയവും വരും. അപ്പൊ സർഫസ് ഏരിയയിൽ ഇതേപോലെ പെയിന്റ് അടിക്കുന്നൊക്കെ കണക്കുകളായിരിക്കും വരിക. വോളിയത്തിൽ എന്ത് ചെയ്യും, അതിനകത്ത് വെള്ളം എത്ര വെള്ളം കൊള്ളും, അങ്ങനെയുള്ള കണക്കുകളൊക്കെ വരും. അപ്പൊ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് സ്കെലിൻ ട്രയാങ്കിൾ അല്ലേ, സ്കെലിൻ ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് അവിടെ അതിന്റെ ഡയമെൻഷൻസും തന്നിട്ടുള്ളൂ, 50, 60, 20 എന്ന ഡയമെൻഷൻസും തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഇക്വേഷൻ, ഏരിയയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്, ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, എസ് ഈസ് ഈക്വൽ ടു ഏരിയ എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അപ്പൊ എസ് എന്താണ്, സെമി പെരിമീറ്റർ ആണ്. അപ്പൊ സെമി പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഈ സൈഡ്സ് എല്ലാം 60 + 50 + 20 ആഡ് ചെയ്തെടുക്കുക. ആഡ് ചെയ്തെടുത്തിട്ട് അതിന്റെ പകുതി എടുക്കുക. ഓക്കെ, അപ്പൊ 60 + 20 80 വരും. 80 + 50 130 ആണ്. 130യുടെ പകുതി, 13ന്റെ പകുതി എത്ര, 6.5. അപ്പൊ 130യുടെ പകുതി തീർച്ചയായിട്ടും 65 ആയിരിക്കും, 65 ആണ് സെമി പെരിമീറ്റർ. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അതായത് സെമി പെരിമീറ്ററിൽ നിന്ന് ഈ ഓരോന്നും നമുക്ക് കുറച്ചിട്ട് കണ്ടുപിടിക്കാം. അതായത് എസ് മൈനസ് എ എത്ര വരും, 65 - 60, അത് എത്ര വരും, 5 എന്ന് വരും. ഓക്കെ, അതുപോലെ എസ് മൈനസ് ബി എത്ര വരും, 15 എന്ന് വരും, 65 - 50. അതുപോലെ 65 - 20 എടുക്കുന്ന സമയത്ത് എത്ര വരും, അത് 20, 30, 40, 50, 60, 65, 45 എന്ന് വരും. ഇതെല്ലാം കൂടെ 65 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്, ഏരിയ റൂട്ട് ഓഫ് 65 × 5 × 15 × 45 എന്ന് വരും. ഓക്കെ, ഇതെല്ലാം 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ ഈ 5ന്റെ മൾട്ടിപ്പിൾസ് എടുക്കുമ്പോഴത്തേക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫാക്ടറൈസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടെ ഒരു 5 വന്നു, 15 എന്ന് പറയുമ്പോഴത്തേക്ക് 3 × 5 ആണ്. അപ്പൊ 2 5 ഇങ്ങനെ വെളിയിൽ എടുക്കാം. അതുപോലെ 65 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത്, 13 × 5 ആണ്. അതിൽ നിന്ന് ഒരു 5 പുറത്തെടുക്കാം. 45 എന്ന് പറയുമ്പോൾ 9 × 5 ആണ്. അപ്പൊ അതിൽ നിന്ന് ഒരു 5 പുറത്തെടുക്കാം. ഓക്കെ, ഈ 9 എന്ന് പറയുമ്പോൾ 3 × 3 ആണ്. അപ്പൊ അതിൽ നിന്ന് ഒരു 3 ഇങ്ങനെ പുറത്തെടുക്കാം. അങ്ങനെ മാക്സിമം പുറത്തെടുക്കാൻ പറ്റുന്ന നമ്പേഴ്സ് എല്ലാം പുറത്തെടുക്കാം. ഓക്കെ, 2 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരെണ്ണം പുറത്തെടുക്കാം. ഓക്കെ, ബാക്കിയുള്ള വാല്യൂസ്, അതായത് 65 എന്ന് പറയുമ്പോഴത്തേക്ക് 5 × 30 ഇൻറ്റു വീണ്ടും ഒരു 5 ഉണ്ട്. 15 എന്ന് പറയുമ്പോൾ 3 × 5 ആണ്. ഇൻറ്റു 45 എന്ന് പറയുമ്പോൾ 5 × 9. 9 എന്ന് പറയുമ്പോൾ 3 × 3. അപ്പൊ ഇതിന് നമുക്ക് ഇങ്ങനെ ചുരുക്കി എഴുതിക്കൂടെ? യെസ്. അപ്പൊ ഇതിൽ നിന്ന് എത്ര 5 ഇതാവും, 1, 2, 3, 4 5 പുറത്ത് വരുമ്പോ 2 5 ആയി. അതായത് എത്ര, 5 × 5. ഇങ്ങനെ വേണം ചെയ്തെടുക്കാൻ. ബാക്കി എന്തൊക്കെ പുറത്തെടുക്കാനുണ്ട്, 1, 2 3യും കൂടെ പുറത്തെടുക്കാം. അപ്പൊ × 3. ബാക്കി റൂട്ടിനകത്ത് എന്തൊക്കെയാ ഉള്ളത്, റൂട്ടിനകത്ത് ഒരു 13 ഉണ്ട്. ഓക്കെ, ഒരു 3 ഉണ്ട്. 13 3 ഉള്ളൂ. ഓക്കെ, 13 × 3 ഉള്ളൂ. ബാക്കി എന്തുണ്ട്, 5 × 5 25 ആണ്. 25 × 3 75. അപ്പൊ ഇവിടെ നമുക്ക് വാല്യൂ എന്ത് കിട്ടും, 75 √5
13 into 3 എന്ന് കിട്ടും. അപ്പൊ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 468.4 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഇതിന്റെ ഓപ്ഷൻ എടുക്കുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്, കാരണം ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഒരു അസംഷനിൽ എത്താനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. അപ്പോ ഇതാണ് അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 468.4 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഒരിക്കലും ഇതെല്ലാം കൂടെ ഇട്ട് ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്യരുത്, മാക്സിമം അതിനെ ഫാക്ടറൈസ് ചെയ്യാം. മാക്സിമം ഫാക്ടറൈസ് ചെയ്തിട്ട് പറ്റാവുന്നിടത്തോളം വെളിയിലെടുക്കാം. ഓക്കെ, അപ്പൊ ഇതൊരു സിമ്പിൾ വാല്യൂ ആയിരിക്കും, ഇതിനകത്തും ഒരു ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ ആയിരിക്കും പരീക്ഷയ്ക്ക് വരിക. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോ അതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ രണ്ട് സൈഡും പോളിഷ് ചെയ്യണം, ശരിയല്ലേ? രണ്ട് സൈഡും പോളിഷ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇത് ഒരു സൈഡിന്റെ ആ ട്രയാങ്കിളിന്റെ ഏരിയ അല്ലേ ആയുള്ളൂ. അതിന്റെ രണ്ട് സൈഡും പോളിഷ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഇതിൽ into 2 എടുക്കണം. അപ്പൊ 468 into 0.4 into 2 എന്ന് പറയുന്നത് എന്ത് വരും? 636.8 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി അതിനെ പോളിഷ് ചെയ്യാനുള്ള ചെലവെന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ സ്ക്വയറിന് എത്രയാണ്? ₹1.35. അപ്പൊ ഇവിടെ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ 936.8 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു കാശ് വരുന്നത്, അല്ലെ? അപ്പൊ ഇതിന് എന്ത് ചെയ്യണം? ബൈ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? 9.368 എന്ന് വരും. ഇതിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇനി 1.35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഇവിടെ 100 സെന്റിമീറ്റർ സ്ക്വയർ, ഈ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്തിനാണ്? അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് 3 സെന്റിമീറ്റർ സ്ക്വയർ ഉണ്ട്. ഇതിന് 100 സെന്റിമീറ്റർ സ്ക്വയർ ആകുമ്പോഴേ അതിന് ₹1.35 ഉള്ളൂ. അപ്പൊ അത് കിട്ടാനായിട്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തെന്ന് കിട്ടും? നമുക്ക് 9.368 എന്ന് വരും. ആ വാല്യൂവിനെ നമുക്ക് കോസ്റ്റ് ഓഫ് പോളിഷിംഗ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ ഒരു ഫൈനൽ ആൻസർ കിട്ടും. നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 9.368 into 1.35 ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഒരു 12.65 എന്ന് നമ്മുടെ ഉത്തരം കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 12.65. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഹൂസ് സൈഡ് ഈസ് 5 സെന്റിമീറ്റർ. ഇതൊരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആണല്ലോ, വളരെ ഈസി ക്വസ്റ്റ്യൻ. ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആകുമ്പോൾ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. A = √3a²/4 ആണ് ഇക്വേഷൻ. ഓക്കെ, √3a²/4. ഓക്കെ, √3a²/4. അപ്പൊ ഇവിടെ നമുക്ക് √3/4 a² പകരം 5² എന്ന വാല്യൂ ഇടാം. ഓക്കെ, അപ്പൊ ഇവിടെ പോകാനായിട്ടൊന്നുമില്ല. √3 1.72 ആണ്. അപ്പൊ 1.72 into 25 divided by 4 ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം വാല്യൂ എന്ന് പറയുന്നത് 10.825 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 10.825 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമുക്ക് അതിന്റെ ഏരിയ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്? ട്രയാങ്കിൾ അധികം ചോദ്യങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു റീജിയൻ ആണ്, കാരണം മെൻസുറേഷൻ വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക് ആണ്. അപ്പൊ അതിൽ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് വേറെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ട്രയാങ്കിളിൽ നിന്നും എന്നാലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതൊരു പ്രയോറിറ്റി ടോപ്പിക്സ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്ന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്ത ഇത്രയും ഭാഗങ്ങൾ വച്ചിട്ട് നമുക്ക് അതിനെ ഈസി ആയിട്ട് ഒരു ഉത്തരത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് മെൻസുറേഷന്റെ ബേസ്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെൻസുറേഷന്റെ രണ്ടാമത്തെ ഒരു പാർട്ടാണ് സർക്കിൾ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതൊരു പ്രയോറിറ്റി ടോപ്പിക് തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു സർക്കിൾസ് എന്ന് പറയുന്ന ടോപ്പിക് ആയിരിക്കും. സോ ഈ ഒരു പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ അറിയിക്കുകയാണ്. Thank you.